ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ലാസ്റ്റ് ടൈം ഫൗണ്ടേഷൻ്റെ വീഡിയോ ആണ് എസ്റ്റർഡേ ഇട്ടത്. അപ്പോൾ ആ ഫൗണ്ടേഷൻ്റെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ടെക്നിക്കിൽ ആണ് നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ചിട്ടായിരുന്നു. ബട്ട് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഫൗണ്ടേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ചോദിച്ചു, ഡ്രൈ, ഓയിലി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോരുത്തർക്ക് കമൻറ്റിൻ്റെ താഴെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് പറയുന്നുണ്ട്, എന്താ പറയുക, കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിപ്ലൈ തരുന്നില്ല എന്നുള്ളത് ഞാൻ മാക്സിമം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. എന്താ പറയുക, ഒരുപാട് പേര് നിങ്ങൾ ചോദിക്കുന്ന ഒരുപാട് കാര്യത്തിന് ആൻസർ നമ്മളുടെ ഇതിന് മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ നമ്മളുടെ ബിഫോർ വീഡിയോസ് എല്ലാം തന്നെ എടുത്തൊന്ന് വാച്ച് ചെയ്യുക. പ്ലസ് നമ്മൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് കണ്ട് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് അതിനുള്ള ആൻസറായിട്ട് ഓരോ വീഡിയോയിലും വരും. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം റിപ്ലൈ ചെയ്യാതിരിക്കുകയല്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് നോക്കി പോകാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കാണാത്തത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് സ്കിൻ ഷെയ്ഡ്, നമ്മൾ എന്താ പറയുക, സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള ഏത് ബ്രാൻഡാണ് നമുക്ക് ഫൗണ്ടേഷൻ, ഒരുപാട് പേര് ചോദിച്ചു കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഫൗണ്ടേഷൻ പറയണം, ഓയിലി സ്കിന്നിൻ്റെ, ഡ്രൈ സ്കിന്നിൻ്റെ ഏത് കമ്പനിയാണ് ബെറ്റർ എന്നുള്ളത്. ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇന്ന ബ്രാൻഡ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറില്ല കൂടുതലും. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒരുപാട് പേര് പറയും, മാം ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഏതായിരിക്കും യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താ പറയുക, അറിയാത്തതിൻ്റെ പേരിൽ, പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് അറിയാത്തതിൻ്റെ പേരിൽ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക, നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കണ്ടിട്ട് പല പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്ത് ഫേസിന് ഒരുപാട് പ്രോബ്ലംസൊക്കെ ആയിട്ട് വരുന്നതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ആർക്കും പറ്റാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചും കൂടി പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബിക്കോസ് ഒരുപാട് ബ്യൂട്ടി നോളേജാണ് നമ്മളുടെ ചാനലിലൂടെ കൊടുക്കുന്നത്. പ്ലസ് എവറി ഫ്രൈഡേ നമുക്ക് ലൈവ് ഉണ്ടാവും. ഇന്ന് ഫ്രൈഡേ ആണ്, ലൈവ് ഉണ്ട്. വൈകിട്ട് 8 to 9 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 7:30 ശേഷമാണ് എപ്പോഴും ലൈവ് വരുന്നത്. അപ്പോൾ മാക്സിമം ലൈവിൽ ഞാൻ മാക്സിമം പറഞ്ഞുതരാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. എന്തെങ്കിലും ബിസി ആണെങ്കിൽ മാത്രമേ ലൈവ് സ്കിപ്പ് ചെയ്ത് പോകാറുള്ളൂ. അതർവൈസ് മാക്സിമം 90% എല്ലാ ഫ്രൈഡേയും ലൈവ് വരാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം തന്നെ, കൂടുതലും നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ ഡയറക്റ്റ് റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈവിൽ വന്നും ചോദിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓയിലി സ്കിന്നിന് നമ്മൾ ഏതൊക്കെ ബ്രാൻഡാണ് നല്ലതെന്ന് നോക്കാം. ഓയിലി സ്കിന്നുകാരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓവർ ഓയിൽ വരുന്ന സമയത്ത് നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റിലും ഓയിൽ കണ്ടൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴുകിപ്പോകും, നിൽക്കത്തില്ല. ബിക്കോസ് രണ്ടും നമ്മൾ സ്കിൻ ടൈപ്പും ഓയിലിയാണ്, നമ്മളെടുക്കുന്ന പ്രൊഡക്റ്റും ഓയിലിയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എടുക്കുമ്പോൾ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എടുക്കുക. അപ്പോൾ അതിന് ഏറ്റവും ബെറ്ററായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ വളരെ നല്ലതാണ്. എല്ലാവർക്കും അറിയാം, ഹുദ ബ്യൂട്ടി നമുക്ക് ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നിന് കൊടുത്താൽ നമുക്ക് അത്ര, കാരണം ഭയങ്കര മാറ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ അത് ഓക്കെ ആവത്തില്ല. നിങ്ങൾ ഓയിലി സ്കിന്നുകാർക്ക് നമുക്ക് ഹുദയുടെ എടുക്കാം. പിന്നെ നോർമൽ ബഡ്ജറ്റിൽ വേണമെന്നുള്ളവർക്ക് മെബ്ലൈൻ ന്യൂയോർക്കിൻ്റെ എടുക്കാം. മെബ്ലൈൻ്റെ ഒക്കെ നമുക്ക് ചെറിയൊരു പ്രൈസിലേ വരത്തുള്ളൂ. ഹുദയുടെയൊക്കെ ഒരു 2000 സംതിങ് വരും. മെബ്ലൈൻ്റെ ആകുമ്പോൾ ഒരു 600-650 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഷോപ്പാരലിൻ്റെ, കുഴപ്പമില്ല, SHOPAAREL ഷോപ്പാരൽ. പിന്നെ നമുക്ക് നമ്മളുടെ സ്വന്തം PACയുടെ പാക്കിൻ്റെ ഇല്ലാത്ത ഒരു, എന്താ പറയുക, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാവരും പാക്കിൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നല്ലൊരു ഗ്ലോസി ലുക്കൊക്കെ കിട്ടാൻ പാക്കിൻ്റെ അതും നമ്മളുടെ ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പാക്കിൻ്റെ 950 ₹1000 വരുന്നത് പാക്ക് PACയുടെ കേട്ടോ. പിന്നെ എസ് ലോഡറിന് വരുന്നത്, എസ് ലോഡറിന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ ഇത്രയും ബ്രാൻഡ്സ് നമുക്ക് ഓയിലി സ്കിന്നിന് കുഴപ്പമില്ല.
നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഹുദ ബ്യൂട്ടി കുറച്ച് കോസ്റ്റ്ലി ആണ്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹുദയുടെ എടുക്കാം. അതല്ല നോർമൽ ബഡ്ജറ്റിൽ വേണമെന്നുള്ളവർക്ക് മെബിലൈൻ്റെ എടുക്കാം. പിന്നെ പ്രീമിയം ആണോ വെച്ചാൽ പ്രീമിയം ആണ്, ബട്ട് എന്നാലും നമ്മളുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് PSCയുടെ പാക്കിൻ്റെ, അതെടുക്കാം. ഷോപ്പാരലിൻ്റെ ഒരു 1500 ആ റേഞ്ചിലാണ് വരുന്നത്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ദെൻ ഡ്രൈ സ്കിന്നിൻ്റെ ആണ് അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഡ്രൈ സ്കിന്നിന് നോക്കുവാണെങ്കിൽ നല്ല പ്രീമിയം പ്രൊഡക്റ്റ് വേണം, കുറച്ച് റേറ്റ് കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ ഷാർലറ്റിൻ്റെ എടുക്കാം. ഭയങ്കര സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു റിസൾട്ടിൽ പ്രീമിയം പ്രൊഡക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെ ബ്യൂട്ടിയുടെ നല്ലതാണ്. അപ്പോൾ കെ ബ്യൂട്ടിയുടെ നമുക്ക് നൈക്കയുടെ ഇതിലെല്ലാം കിട്ടുന്നതാണ്. നൈക്കയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നൈക്കിൽ കിട്ടും. സോ എവിടെ പോയി മേടിക്കണം എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നൈക്കിയിൽ മേടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് നമ്മളുടെ മാക്ക് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഡ്രൈ സ്കിന്നിന് എടുക്കാൻ പറ്റുന്ന ഫൗണ്ടേഷൻസാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സെൻസിറ്റീവ് സ്കിൻ. സെൻസിറ്റീവ് സ്കിൻ എന്ന് വെച്ചാൽ എന്താണ്? സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിൽ ഭയങ്കര അലർജിക്ക് ഇഷ്യൂസ് ഉണ്ടാവും. നമ്മൾക്ക് പ്രൊഡക്റ്റ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് താങ്ങാനുള്ള ശേഷി, അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാം തന്നെ, അതും ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഹൈ കെമിക്കലാണ്, ഒരു ഭയങ്കര ഹാർഷായിട്ടുള്ള കെമിക്കലാണ്. സോ അപ്പോൾ അത് നമ്മളെ സ്കിന്നിലേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് റിയാക്ഷൻസ് ഉണ്ടാവും, സ്കിൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും, ഒരുപാട് എന്താ പറയുക ചൊറിച്ചിലും ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈപ്പിൽ വരുന്ന സ്കിന്നിനെയാണ് നമ്മൾ സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ഭയങ്കര മൈൽഡ് പ്രൊഡക്റ്റാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കെ ബ്യൂട്ടിയിൽ സെൻസിറ്റീവ് സ്കിന്നിനുള്ള പ്രൊഡക്റ്റ് വരുന്നുണ്ട്, ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് അലർജി ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അതെടുക്കാം. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹുദ ബ്യൂട്ടിയിലും വരുന്നുണ്ട് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ, ഹുദയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മാക്കിൽ വരുന്നുണ്ട്. പിന്നെ ബോബി ബ്രൗൺ നല്ലതാണ്, നമ്മളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ബോബി ബ്രൗണിൻ്റെ കൊടുക്കാവുന്നതാണ്, കുഴപ്പമില്ല, നല്ല റിസൾട്ടാണ്. ദെൻ ഇത്രയും കാര്യങ്ങൾ മതി, കാരണം ഒരുപാട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതായിരിക്കും. എനിക്കിതിൽ ഏറ്റവും ഇത്രയും പറഞ്ഞതിൽ കുഴപ്പമില്ല, എനിക്ക് കുറച്ചും കൂടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബോബി ബ്രൗൺ ആയിരിക്കും. കാരണം കുറച്ചും കൂടെ അത് വെയ്റ്റ്ലെസ് ആണ്, അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ബോബി ബ്രൗണിൽ വെയ്റ്റ്ലെസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് കുറച്ച് മൈൽഡ് പ്രൊഡക്റ്റാണ് ഫോർ സെൻസിറ്റീവ് സ്കിന്ന്. കാരണം ഇനിയും ഒരുപാടുണ്ട്, സ്മാഷ് ബോക്സിൻ്റെയൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ കുറച്ച് ഭയങ്കരമായിട്ട് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ആണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഒത്തിരി സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, മാം ഒരുപാട് റേഞ്ച് അല്ലെങ്കിൽ ഒരുപാട് റേറ്റിലുള്ളത് പറഞ്ഞു തരരുത്, നോർമൽ ബഡ്ജറ്റിലും കൂടി പറയണമെന്ന്. അപ്പം ഞാൻ എപ്പോഴും മാക്സിമം അതൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്, അതായത് ബ്രാൻഡുകളെ കുറിച്ച് അറിയാനുള്ളത്. അപ്പം എപ്പോഴും ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചു, എന്താ പറയുക, നമുക്ക് ഓക്കെ ആണ് തോന്നുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓരോ പ്രാവശ്യം മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇപ്രാവശ്യം ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നോർമലി നിങ്ങൾക്ക് അതിൽ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം മാക്സിമം അത് നോക്കൂ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ താഴെ വന്ന കമൻറ്റ് കൂടുതലും എനിക്ക് ഫൗണ്ടേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നത് തന്നെ എല്ലാവരും സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ, കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇതൊന്നും നമുക്ക് പെട്ടെന്നൊരു ഇതിൽ ടൈപ്പ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. അപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൈമർ അപ്ലൈ ചെയ്യണം, അതിന് മുമ്പ് സ്കിൻ പ്രപ്പ് ചെയ്യണം, ദെൻ അതിന് ശേഷം വേണം കൺസീൽ ചെയ്യാനുള്ളവർ. നിങ്ങൾ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഒരു മേക്ക് ഓവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ കൺസീൽ ചെയ്തിട്ട് വേണം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ കൺസീലർ എന്താണ്, കറക്ഷൻസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ടും പറഞ്ഞുതരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് മോയ്സ്ചറൈസറിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതൊരു ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്ത് ബിഫോർ വീഡിയോസൊക്കെ എടുത്ത് വാച്ച് ചെയ്ത് നോക്കും. പിന്നെ എല്ലാ ലൈവിലും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ എവറി ഫ്രൈഡേ മാക്സിമം ഒരു 7:30 ശേഷം ലൈവ് ഉണ്ടാവും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് അറിയാനുള്ളത് ഡയറക്റ്റും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നേരിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ബ്രാൻഡുകൾ ഓർത്ത് വയ്ക്കുക. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഇതിലേതെങ്കിലും സംഭവം നിങ്ങൾക്ക് എന്താ പറയുക
ഇതിൻ്റെ ലിങ്ക് വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ എന്തായാലും നോക്കിയിട്ട് ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ ചൂസ് ചെയ്യുക, ആദ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയില്ലെങ്കിലും നോർമലി നമുക്കറിയാം നമ്മളുടെ സ്കിൻ എപ്പോഴും ഒരുമാതിരി ഡള്ളായിട്ട് ഇരിക്കുന്നു, എപ്പോഴും ഓയിൽ വരുന്ന ഫീലാണ്, ഒരു ഡസ്കി സ്കിന്നിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ സ്കിൻ ഓയിലി ആണെന്നുള്ളത്. പിന്നെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അറിയാമല്ലോ ഭയങ്കര വരണ്ടിരിക്കും. എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താലും അപ്ലൈ ചെയ്ത പോലെ തന്നെ നമുക്ക് തോന്നത്തേയില്ല, ആ ഒരു രീതിയിലായിരിക്കും. സോ അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഡ്രൈ സ്കിന്നാണെന്നുള്ളത്. കോമ്പിനേഷൻ സ്കിൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഫോർഹെഡ് ഏരിയ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫോർഹെഡ്, നോസ്, ചിൻ ഈ ഏരിയ കുറച്ച് ഓയിലിയും ഫേഷ്യൽ ഏരിയ കുറച്ച് നോർമൽ ടു ഡ്രൈയും ആയിരിക്കും. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഭയങ്കര സെൻസിറ്റീവാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇച്ചിങ്ങും ചൊറിച്ചിലും, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ആളാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ സെൻസിറ്റീവ് സ്കിന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പാച്ച് ടെസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുക. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ കൺഫേം ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക, അതായിരിക്കും ബെറ്റർ. അതല്ല കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിൽ ചെയ്താൽ മതി. സെൻസിറ്റീവ് സ്കിന്നിനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ പ്രൊഡക്റ്റ് മേടിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ, സംശയമെല്ലാം മാറിയല്ലോ. ഓക്കെ, അപ്പോൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൺസീൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബൈ.